നമസ്കാരം. മഹാരാഷ്ട്രയിലെ ഷിർദിയിലാണ് ഉള്ളത്. ഷിർദിയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് മുംബൈ വരെ പോവുകയാണ്. ട്രെയിനിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തത്, സ്ലീപ്പർ ടിക്കറ്റിൽ നിന്ന് റെയിൽവേ ഞങ്ങൾക്ക് എ സിയിലേക്ക് ഫ്രീ ആയി തന്നിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ സായ്നഗർ ഷിർദി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 8:10 ആഴ്ചയിൽ 4 ദിവസം ഇവിടെ നിന്നുള്ള ദാദർ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന്, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മശാലയാണ്. നമ്മുടെ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയുള്ള സായ് ആശ്രം ധർമ്മശാല. അതെ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. നമ്മൾ നടന്നിട്ട് തന്നെ പോകാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതെ 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 പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല വഴി തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താമസം അടിപൊളിയായിരുന്നു അല്ലേ? നല്ല താമസം, ചെറിയ പൈസ, അതായത് 20 രൂപ മാത്രമേ ഉള്ളൂ. കൂടുതൽ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കാണാത്തവരാണെങ്കിൽ അത് പോയി കാണാം. ഷിർദിന്റെ കാര്യങ്ങളും ഈ ഇവിടുത്തെ പരിസര പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കൂടെ വാങ്ങിച്ചിട്ട് പോകാം അല്ലേ? രാത്രി കഴിക്കേണ്ട ഭക്ഷണം ഇപ്പോൾ ഈ സമയത്തുണ്ടല്ലോ, നമുക്ക് സൗജന്യ ഭക്ഷണം ഉണ്ട് ഇവിടുത്തെ പ്രസാദാലയില്. പക്ഷെ നല്ല തിരക്കായിരിക്കും. നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും മസാല ദോശ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം അല്ലേ? ഫ്രീ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് എന്താ പറയാ, നമ്മുടെ ട്രെയിൻ മിസ്സായി പോവുമല്ലോ. തീർച്ചയായും പുറത്തുനിന്ന് വാങ്ങാം. ശ്രീ സായ് പ്രസാദാലയ, ഇവിടെ സായിബാബേൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. അവിടെ ഫ്രീ മീലും ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് മീലും ഉണ്ട്. പെയ്ഡിന് 50 രൂപയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് പിന്നെ ഇവിടുന്ന് ആദ്യം കഴിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇതുവഴി ഇനിയിപ്പോൾ നേരെ ഇതുവഴി തന്നെ ഇറങ്ങിയിട്ട് മെയിൻ ഹൈവേ ഉണ്ട്. അവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം. രാത്രിയിലെ ഷിർദീൻ്റെ ഒരു കാഴ്ചകളാണ്. ഒരുപാട് കടകളാണ് ഈ ഒരു 2 സൈഡിലുള്ളത്. നേരെ മുന്നിൽ കാണുന്നതാണ് മെയിൻ ഹൈവേ. നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം പാർസൽ വാങ്ങിക്കാം, ട്രെയിനിൽ കഴിക്കാം. ഈ ഒരു ഹോട്ടലിൽ കയറി, നല്ല വലിയ ഹോട്ടലാണ് കേട്ടോ. ഇനിയിപ്പം ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചോടും ഒരു ഓട്ടോ ആക്കി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഓട്ടോ കയറി 2 കിലോമീറ്റർ പോകാനുണ്ട്. നവീൻ ഫ്രണ്ടിലായിരുന്നു ഇരിക്കുന്നത്. ഷെയർ വണ്ടിയാണ്. ഒരാൾ 20 രൂപ, 2 പേർക്ക് കൂടി 40 രൂപ. സ്പെഷ്യലാക്കി വരുവാണെങ്കിൽ 100 രൂപ 2 പേർക്കും കൂടിയിട്ട്. ഇതിപ്പോൾ ഷെയർ വണ്ടി ആയതുകൊണ്ട് 20 40 രൂപയ്ക്ക് ഇവിടെ എത്തി. ഇതാണ് സായ്നഗർ ഷിർഡി റെയിൽവേ സ്റ്റേഷൻ. നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഈ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇതാ നല്ല രസമില്ലേ? ഇപ്പോൾ റെഡായി, ഇപ്പോൾ ഓറഞ്ചായി, പല കളേഴ്സ്, പച്ചയായി, അങ്ങനെ ഒരുപാട് കളറൊക്കെ ആയി വരുന്നുണ്ട്. നീലയായി. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് ഇനി കയറി. ഇവിടെ പുറത്തുതന്നെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ട്രെയിൻ പുറപ്പെടാണ്ട സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു 7:00 ശേഷം നല്ലൊരു തിരക്ക് എന്തായാലും വരുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഷിർഡി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയാണ് അൺറിസർവ്ഡ് ടിക്കറ്റിൻ്റെ ഇതൊക്കെ ഉള്ളത്. നേരെ പ്ലാറ്റ്ഫോമിലേക്ക്. നമ്മുടെ ട്രെയിൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരിക. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ വരും. നല്ല തിരക്കാൻ നോക്കിയേ. നമ്മുടെ വണ്ടി നമ്പർ 110-42. ഇതാണ് നമ്മുടെ വണ്ടി. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ് പുറപ്പെടുക. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഷിർദി തിരുപ്പതി എക്സ്പ്രസ്. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ഷിർദി തിരുപ്പതി എക്സ്പ്രസ്. തിരുപ്പതി എക്സ്പ്രസ് ഇതാ വരിക. ഇതിൻ്റെ ജനറലൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ റെയിൽവേ സ്റ്റേഷനിൽ IRCTCൻ്റെ ഫുഡ് ട്രാക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ അതൊക്കെ വരും. ഈ റെയിൽവേ സ്റ്റേഷനിൽ ലേഡീസ് വെയിറ്റിംഗ് ഹാളുണ്ട്, AC വെയിറ്റിംഗ് ഹാളുണ്ട്, ജനറൽ വെയിറ്റിംഗ് ഹാളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല റെയിൽവേ സ്റ്റേഷനാണ്. നമുക്കിനി 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. കാരണം നമ്മുടെ വണ്ടി അവിടെ നിന്നാണല്ലോ. നല്ല വൃത്തിയുണ്ട് റെയിൽവേ സ്റ്റേഷൻ. കണ്ടതാ, നമുക്ക് അതുവഴി സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. അതുവഴി പോവാം. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കൊന്നും ആരും പോന്നേയില്ല. ഷിർദി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു നൈറ്റ് വ്യൂ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന്. നമ്മളെ വണ്ടിയിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടേ ഇല്ല. നമ്മുടെ വണ്ടീൻ്റെ നമ്പറൊക്കെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. 11042.
നമ്മുടെ ട്രെയിൻ ഇതാ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. ഈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഉള്ളിലേക്കാണ്. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ഓട്ടോയിലാണ്. കാരണം നടന്നിട്ട് പോകണമെങ്കിൽ കുറച്ച് പോകാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സായിബാബ മന്ദിറിന്ന് ഇവിടത്തേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. ഈ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് SNSI എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനെ കുറിച്ച് പൊതുവായ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആയത് 2009 അതുപോലെ തന്നെ ഇത് വൈദ്യുതീകരിച്ചത്, അതായത് ഈ ഒരു റൂട്ടൊക്കെ വൈദ്യുതീകരിച്ചത് 2011-12 ഒരു കാലയളവിലാണ്. അപ്പം ഇതൊക്കെ വരുന്നത് സെൻട്രൽ റെയിൽവേൻ്റെ ഒരു കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഡിവിഷൻ പറയുകയാണെങ്കിൽ സോളാപൂർ ഡിവിഷൻ്റെ കീഴിലാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിൽ കയറണ്ടേ. നമ്മുടെ ട്രെയിൻ ഇതാ, അതിൻ്റെ നമ്പർ ആദ്യം പറയാം. ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ. 2 വണ്ടിയായിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി, ദാദർ സായിനഗർ. അതിൽ നമ്മുടെ നമ്പർ വരുന്നത് 110-42. ഇതുള്ളത് 4 ദിവസം മാത്രമേ ഉള്ളൂ. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഈ 4 ദിവസമാണ് ഈ വണ്ടി ഉള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടി റൈഡ് ഷെയറിംഗ് ഉണ്ട് പന്തർപൂർ എക്സ്പ്രസ് ആയിട്ട്. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട കാര്യം വരുന്നില്ല. ഈ ദാദർ എന്ന് പറഞ്ഞാൽ മുംബൈയിലത്തെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ. അതെ. ഇതിന് പുറകിൽ ഒരു ജനറൽ ക്ലാസ്സാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പറായി. ഇതേ ഈ വണ്ടീൻ്റെ ഇവിടെ നിന്ന് ആരും വന്നിട്ടേ ഇല്ല. പക്ഷേ സ്ലീപ്പറിൽ ആൾക്കാർ കയറി. 1-2 ആൾക്കാരൊക്കെ കയറി. നേരത്തെ ഇവിടെ ഇരുന്നവരൊക്കെ കയറി. S6. ഇതിനാകെ 6 സ്ലീപ്പർ മാത്രമേ ഉള്ളൂ. നമ്മുടെ 3rd AC ഒക്കെ ഏറ്റവും മുന്നിലാണ്. ഈ സ്ലീപ്പർ ക്ലാസ്സിൽ മറാത്തിയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് S3 എന്ന് എഴുതിയിട്ടുണ്ട്. അത് മറാത്തിയാണ് കേട്ടത്. ഇതിലെല്ലാം നമ്പർ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്കിന്ന് സ്ലീപ്പറായി കിട്ടുവാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കോച്ചിലായിരിക്കും പോയേനെ അല്ലേ. നമ്മുടെ ആ ഒരു സീറ്റിന്റെ സ്റ്റാറ്റസ് ഉണ്ടായത് RAC ആണ്. അപ്പം മിക്കവാറും കിട്ടുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്താണ് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ മറാത്തി പറഞ്ഞു, ഏകദേശം ഹിന്ദി മറാത്തി സെയിം തന്നെയാണ്. പിന്നെ ലെറ്ററൊക്കെ. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പറിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ദാദർ വരെ ഒരാൾക്ക് 270 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഇല്ല. നമുക്ക് നമ്മുടെ 3rd AC കോച്ചിലോട്ട് തന്നെ പോവാം. ഇവിടെ നമ്മുടെ കോച്ച് വരുന്ന ഇതാണ് B1. നമ്മുടെ കോച്ച് കണ്ടതാ 2008 നിർമ്മിച്ച കോച്ചാണിത്. കുറേ വർഷത്തിൻ്റെ പഴക്കമുണ്ട്. കോച്ചൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. കുറേ ടൈം എടുക്കുന്നതാണ് പറഞ്ഞത്. CR സെൻട്രൽ റെയിൽവേ. നമ്മുടെ കോച്ചിൻ്റെ ഡോറൊന്നും തുറന്നില്ലല്ലോ. എന്നാൽ പിന്നെ മുന്നിലേക്ക് വന്നു റെയിൽവേ സ്റ്റേഷൻ്റെ. ഇവിടെ ഏതാ ബോർഡ്, സായിനഗർ ഷിർദി എന്ന് പറഞ്ഞിട്ടൊരു നെയിം ബോർഡ് ഉണ്ട്. അതുപോലെ നമ്മുടെ ലോക്കോമോട്ടീവ്, ഇതാണ് ലോക്കോമോട്ടീവ്. ഇലക്ട്രിക് ആണ്. കല്യാൺ ലോക്കോമോട്ടീവിൻ്റെ ആണ് നമ്മുടെ ഈ ഒരു ലോക്കോ വരുന്നത്. ലോക്കോമോട്ടീവ് ഷെഡ് കല്യാണമാണ്. ഇവിടെ ഒന്നും ഇപ്പം ഒന്നും ഓണാക്കേണ്ട കാര്യമില്ലല്ലോ. ലോക്കോമോട്ടീവ് ഇതാണ് WCAM3. ഇതാണ് നമ്മുടെ ലോക്കോമോട്ടീവ്. നമ്മുടെ ട്രെയിനിൻ്റെ ആ ഒരു ബോർഡ് ഇവിടെയും ഉണ്ട്. മിക്കവാറും ഇതന്നെ അങ്ങ് ദാദർ വരെ ഇതന്നെ ആയിരിക്കും. വേറെ പിന്നെ മാറ്റേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ B1 കോച്ചൊക്കെ തുറന്നു. ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. നമ്മുടെ ബർത്ത് നമ്പർ വരുന്നത് 55-56. അതെ, ഈ ഒരു സൈഡ് അപ്പറും ഈ ഒരു സൈഡ് ലോവറും ഇത് രണ്ടുമാണ് നമ്മുടെ ബർത്ത്. നമുക്ക് റെയിൽവേ നല്ലൊരു ഇത് തന്നെ നല്ല നമ്മൾ വിചാരിച്ച പോലത്തെ സീറ്റ് കുറെ നാളായി 2 അടുപ്പിച്ച് കിട്ടിയത്. സൈഡ് ലോവറും സൈഡ് അപ്പറും ഒരുമിച്ച് കിട്ടാറ് കുറവാണല്ലോ. ഇത് കൊടുത്താലൊന്നും കിട്ടൂലല്ലോ. നമ്മുടെ സൈഡ് ലോവർ കൊടുത്താലേ കിട്ടുന്നത് മിഡിലായിരിക്കും. അപ്പോ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. തീർച്ചയായും പ്രശ്നമൊന്നുമില്ല. നല്ല കോച്ചൊക്കെ തന്നെയാണ്. ഇവിടെ ചാർജിങ് സോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ ഈ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം തൊട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. 2 ആഴ്ച മുന്നെയാണ്. സ്ലീപ്പറിൽ RAC 24-25 അല്ലേ? അതെ. ബുക്കിംഗ് സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്ത് 24-25 ഉണ്ടായത്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഞങ്ങൾക്ക് ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നതിന് മുമ്പേ വണ്ടി 8:10 പുറപ്പെടുന്നത്. 4:10 ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നത്. ആ പ്രിപ്പയർഡ് ആവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. കൺഫേമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇതേപോലെ തന്നെ എന്താ പറയാ, കൺഫേം ആയ സ്ലീപ്പർ കിട്ടുന്നത് എന്താ പറയാ, സൈഡ് ലോവറോ അല്ലെങ്കിൽ മിഡിലോ ലോവറോ എന്തെങ്കിലും. പിന്നെ ഈ സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏതെങ്കിലും സീറ്റ് കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ നല്ല തീർത്ഥാടകർ വരുന്ന സ്ഥലമാണല്ലോ, നല്ല ഒച്ചപ്പാടും ബഹളൊക്കെ ആയിരിക്കും. അതിന് മുന്നേ തന്നെ ഞാൻ ഇതിന്റെ തത്കാലിൽ 3rd AC എത്ര അവൈലബിൾ ഉണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. 18 അവൈലബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇന്ന് വന്ന സമയത്ത് ഈ ഷിർദിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഷിർദിയിൽ കാര്യമായിട്ട് നല്ല തിരക്ക്, ജനത്തിരക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വ്യാഴാഴ്ച, അതുപോലെ തന്നെ ശനിയാഴ്ച, പിന്നെ ഞായറാഴ്ച. ഈ ഒരു ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത്. അപ്പം 8:10 പുറപ്പെടുന്ന വണ്ടി ആയതുകൊണ്ട് 4
20 മെസ്സേജ് വന്നത്, യുവർ ടിക്കറ്റ് ഹാസ് ബീൻ അപ്ഗ്രേഡഡ് ഹയർ ക്ലാസ് ആൻഡ് യു അലോഡ്, നമുക്ക് ട്രാവൽ ചെയ്യാം. ഇനിതാ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, പേ എനി എക്സ്ട്രാ കോസ്റ്റ്, അതായത് വിത്തൗട്ട് പേ, നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതായത് ഈ കൺവേർട്ട് ഓട്ടോ അപ്ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പലർക്കും ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് എക്സ്ട്രാ പൈസ എ സിയിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടിയല്ലോ, ടിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്ന്, 10 പൈസ പോലും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഈ പറഞ്ഞ അപ്ഗ്രേഡ് കിട്ടിയിട്ട് ഒരുപാട് നാളെ, ഒരു 1.5 വർഷം എനിക്കൊന്ന് ഞങ്ങൾക്ക് സമ്പർക്രാന്തി അത് കൊറോണ കഴിഞ്ഞ സമയത്ത് കിട്ടിയതാണ്. പിന്നെ എല്ലാ തവണയും നമ്മൾ കൊടുക്കാറുണ്ട്, കിട്ടാറില്ല. കഴിഞ്ഞ തവണക്ക് എന്താ ടിക്കറ്റ് തന്നെ കൺഫേം ആയില്ല അപ്ഗ്രേഡേഷൻ. പക്ഷേ ഞങ്ങൾ സായിനഗർ ഷിർദി പോയ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടി, കിലോമീറ്ററോളം നടന്ന്. മിക്കവാറും നമുക്കൊന്നൊരു അനുഗ്രഹമാണ്. ഇത് എങ്ങനെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞൊരു കോളുമില്ല, അതിലൊരു ടിക്ക് മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്ലീപ്പറിന്റെ പ്രൈസ് ഓൾറെഡി നേരത്തെ പറഞ്ഞു. തേർഡ് എ സിക്ക് നമുക്ക് ഇവിടുന്ന് ദാദർ വരെ 730 രൂപയാണ് വരുന്നത്. അപ്പം നമുക്കൊരു 500 ചില്ലറ ലാഭം തന്നെ അല്ലേ ഒരാൾക്ക്? തീർച്ചയായും. അല്ല, ഇതിപ്പോ എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു, അതായത് സ്ലീപ്പർ ഫുൾ ആവണം, വെയിറ്റ് ലിസ്റ്റ് ആവണം, തേർഡ് എ സി അവൈലബിൾ ഉണ്ടാവണം, എന്നാൽ മാത്രം കിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് പറയണ്ടേ. ഇവിടെ ഒരു നല്ലൊരു മിറർ ഉണ്ട്, ചാർജിങ് സോക്കറ്റ് ഉണ്ട്, എ സി വെന്റും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. നല്ല എ സി ഒക്കെ നേരത്തെ ഓണായി. നല്ല അടിപൊളി ബെർത്തുകളൊക്കെ തന്നെയാണ് കേട്ടോ. പില്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കമ്പിളിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടേത് ഇതാണ്, ഇത് രണ്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് മുംബൈ ഡിവിഷൻ്റെ വണ്ടിയാണ്. അതുകൊണ്ട് ഇതാ മുംബൈ ഡിവിഷൻ എഴുതിയുണ്ട. ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട് സൈഡിൽ ഓർന്ന്, അത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഉപകാരം അല്ലേ? എല്ലാ വണ്ടികളും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് വാങ്ങിച്ചത് എന്താണെന്നല്ലേ, മസാല ദോശയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് ഈ 2 പ്ലേറ്റൊക്കെ അവർ തന്നായിരുന്നു. അതൊന്നും വേണ്ട, കറിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമുക്ക് മസാല ദോശ മാത്രം കഴിച്ചാൽ. അതൊന്നും വേണ്ട മതി, ഈ മസാല കറിയൊന്നും വേണ്ട. എന്താന്നറിയില്ല, ഈ മസാല കിട്ട കറികളോട് വലിയ താല്പര്യമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല പണിയും കിട്ടിയാലോ എന്നൊരു പേടിയുണ്ട്. വെജായാലും പണി കിട്ടുമല്ലോ, പണിയൊക്കെ കിട്ടും, പറയാൻ പറ്റൊന്നുമില്ല. അതുകൊണ്ട് മസാല ദോശ എടുത്തോ. ഇതൊരു മസാല ദോശ, ഒന്നും കൂടി ഇല്ലേ? ഇത് ചട്നി, ഇത് സാമ്പാർ. ഇത് 2 മസാല ദോശയുണ്ട്, എനിക്കും ഉള്ളതുണ്ട്, നവീനുള്ളതും ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതൊന്നും വേണ്ട, കറിയൊന്നും വേണ്ട, അതെല്ലാം മാറ്റുക. ചട്നി വേണോ? ചട്നി കുറച്ചെടുക്കാം. മസാലയൊക്കെ നല്ല പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഈ ഒരു മസാല ദോശയൊക്കെ ആയത് 100 രൂപയാണ്, 2 കൂടി 200 രൂപ. പിന്നെ വണ്ടി പുറപ്പെടാൻ 15 മിനിറ്റ് കൂടി ഉണ്ട്. അതെ, അപ്പോഴത്തേക്കും കഴിച്ചു തീർക്കാം. കറക്റ്റ് 8:10 തന്നെ നമ്മുടെ വണ്ടി ഷിർഡി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. വീണ്ടും എന്തായാലും വരാം, ഷിർഡിയിലേക്ക് എന്തായാലും നമ്മൾ ഇന്നും കൂടെ വരും. വരോട്ടല്ല, എന്തായാലും ഒരുപാട് തവണ തന്നെ വരും. ഇപ്പോൾ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓൺ ടൈമിൽ തന്നെ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏറ്റവും മുന്നിലാണല്ലോ ഉള്ളത്. കണ്ടത് ഇപ്പം തന്നെ പ്ലാറ്റ്ഫോം കഴിയും. സായിനഗർ ഷിർഡി. ഷിർദിയിൽ നിന്ന് 16 കിലോമീറ്റർ യാത്ര ചെയ്തിപ്പോൾ പുൺതാമ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ട്രെയിന് ലോക്കോ റിവേഴ്സിലുണ്ട്. അതായത് ഈ സ്റ്റേഷനിൽ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. ഇവിടുന്ന് എത്രയോ ആൾക്കാർ ജനറൽ കയറാനുണ്ടായതെന്ന് അറിയാം. അതായത് നേരത്തെ നോക്കി തന്നെ എനിക്ക് ചെറിയ സംശയം ഉണ്ടായി വരും. കാരണം എന്താ പറയുക, ഈ സ്റ്റേഷൻ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് PB എന്നാണ്. ഇവിടെ ലോക്കോ റിവേഴ്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യലി ഇവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഇല്ല. ഇവിടെ നമ്മൾ ഇത് ജംഗ്ഷനാണ്, ഇവിടെ നമ്മൾ വേറെ റൂട്ട് ഇനി പോവും. അതായത് അഹമ്മദ് നഗർ ഭാഗത്ത്, ബേലാപ്പൂർ അഹമ്മദ് നഗർ ഭാഗത്തേക്ക് നമ്മൾ പോവും. അപ്പം ഇവിടുന്ന് ലോക്കോ റിവേഴ്സ് ഉണ്ട്. ഓൾറെഡി അവിടെ സംഭവം വന്നു അറ്റാച്ച് ചെയ്യുന്ന ഞങ്ങൾ അവിടം വരെ പോകുമ്പോഴത്തേക്കും അതെന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതിന് വേഗം അവിടെ പോകാതൊക്കെ തന്നെ ഇവിടെ തന്നെ നമുക്ക് നോക്കാമല്ലോ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സായിനഗർ ഷിർദിയിൽ നിന്ന്
മുംബൈയിലേക്ക് പോകുന്ന ട്രെയിനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിയാണ് ഏറ്റവും കൂടുതൽ വളഞ്ഞു പോകുന്ന ഒരു വണ്ടിയാണ്. കാരണം ഇപ്പൊ 8:10 കയറി കഴിഞ്ഞാൽ നാളെ രാവിലെ 6:30 ആകുമ്പോൾ എവിടെ എത്തുള്ളൂ? മുംബൈ ദാദറിൽ എത്തുള്ളൂ. സാധാരണ നമ്മുടെ വന്ദേ ഭാരത് പോകുന്ന റൂട്ട് ഇതല്ല. വന്ദേ ഭാരത് നാസിക് റോഡ് വഴിയാണ് നമ്മുടെ കസാറഘട്ട് വഴിയൊക്കെയാണ് പോകുന്നത്. കല്യാൺ വഴി നേരെ പോകും. അതുപോലെ തന്നെ രാവിലെ സായിനഗർ ഷിർദിന്ന് രാവിലെ ഒരു വണ്ടി പോകുന്നുണ്ട് 7 8 മണി ആ ഒരു സമയത്ത്. ആ വണ്ടി വന്ദേ ഭാരതിന്റെ സെയിം റൂട്ടിലാണ് പോകുന്നത്. പക്ഷെ ഇത് വേറെ ഏതൊക്കെയോ വഴി പൂനെന്നാണ് പോകുന്നത്. പൂനെന്ന് നമ്മുടെ ബോർഗട്ട് വഴി ആണ് പോകുന്നത്. അത് മറ്റേ ഘട്ട് പോകുമ്പോൾ ഇത് വേറെ ഘട്ട്. അതുപോലെ തന്നെ വേറൊരു വണ്ടി കൊണ്ടുവരുന്നത് രാത്രി 10 മണിക്ക് ശേഷം വിടുന്ന ഒരു വണ്ടി. അത് ഈ പറഞ്ഞ നാസിക് റോഡ് വഴി തന്നെയാണ് പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ 3:30 4 മണിയാകുമ്പോഴത്തേക്കും ഈ ദാദറിൽ എത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമേ വളഞ്ഞു പോകുന്നുള്ളൂ. അതെ, മറ്റേ 330 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ നമ്മുടെ വണ്ടി 430 കിലോമീറ്റർ പോകും. അതെ. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കുള്ളൂ. അതിന്റെ ഇതൊക്കെ ക്ലിയർ ആവണല്ലോ. നമ്മളെ B1 കോച്ചിലേക്ക് കയറേണ്ട വഴി ഇതാണ്. ഇവിടെ കണ്ടതാ B1. ഈ കോച്ചിലേക്കൊക്കെ പെട്ടെന്ന് ചാടി കയറുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു കോച്ച് നമ്പർ. അതുപോലെ തന്നെ നോ സ്മോക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ എഴുതിയിട്ട്. ഈ ഒരു ട്രാക്കില് ഗ്രീൻ സിഗ്നലാണ്. ഇത് ഒരു വണ്ടി വരുന്നുണ്ട് അങ്ങനെ. നേരത്തെ നമ്മൾ അവിടുന്ന് ലോക്ക് അറ്റാച്ച് ചെയ്ത് പറഞ്ഞില്ലേ, അത് ഇതാ ഈ വണ്ടി വന്നതാണ് ഇവിടെ. അപ്പോൾ നമ്മളെ വണ്ടി അവിടുന്ന് ലോക്ക് റിമൂവ് ആക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിലൂടെ വരണം. അത്ര ടൈം എടുക്കും ഒരുപാട്. ഇതേതൊരു വണ്ടി നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവാണിത്. ഇത് അവിടെ നിന്ന് റിലീസ് ചെയ്തു. ഇനിയിപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങ് മുന്നിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് അത് കപ്പിൾ ചെയ്യും. നമുക്കത് കാണാൻ പോവാം. കാരണം എനിക്കിപ്പോൾ ഇപ്പോഴേ എടുക്കൂല. ഇത് ആ ലോക്കോമോട്ടീവ് ഇത് ഇവിടത്തേക്ക് ഇതാ വരികയാണ്. ഇവിടെ കപ്പിൾ ചെയ്യും. ഈ ഒരു ബോർഗട്ടിലൂടെ പോകുന്ന എന്താ പറയുക മെയിൻ ലോക്കോമോട്ടീവ് ഇതാണ്. ബോർഗട്ട് അതായത് നമ്മുടെ പൂനെ മുംബൈ സെക്ഷനിൽ കൂടുതൽ ഇതേ ലോക്ക് തന്നെയാണല്ലോ. നല്ല ലുക്കല്ലേ ഇത് കാണാൻ. ഇതിപ്പോഴും എന്താ പറയുക മാൻമെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യണം. അതായത് മനുഷ്യൻ പോയിട്ട് തന്നെ ചെയ്യണം. ഇതും കൂടെ വേറൊരു ടെക്നോളജി ചെയ്യണമായിരുന്നു. ഈ ഒരു ലോക്കോ അറ്റാച്ചിങ്ങിൻ്റെ ഇതെല്ലാം ഭയങ്കര ദുരിതം പിടിച്ചൊരു പണിയായത്. കപ്പിളായി. ഇനിയിപ്പോൾ അവരെന്തൊക്കെയോ സെറ്റൊക്കെ ആകും. ഇനിയിപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മുടെ ട്രെയിൻ പോകും. ഇപ്പോൾ ലോക്കോ റിവേഴ്സിലും സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോവാം. ഏറ്റവും പുറകിലോട്ട്. ട്രെയിൻ ഇപ്പോൾ ബലാപൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ അതായത് ഈ റൂട്ട് വഴി തന്നെയാണ് ഗോവ എക്സ്പ്രസ്, ആസാദ് എക്സ്പ്രസ്, ജല എക്സ്പ്രസ് ഈ ട്രെയിനുകളൊക്കെ ഈ വഴിയാണ് പോവുക. ഒരു മെയിൻ റൂട്ട് തന്നെയാണ്. ഇവിടുന്ന് വണ്ടിയെടുത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ടായി. പക്ഷെ തേർഡ് AC-ലൊന്നും അധികം ആൾക്കാരൊന്നും കയറാനുണ്ടായില്ല. സ്ലീപ്പറിൻ്റെയും ജനറലിൻ്റെയും ഭാഗത്തേക്ക് മാത്രം. പുറത്തിപ്പോൾ നല്ല തണുപ്പാന്നേ. സ്ലീപ്പറിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ വറക്കും. രാത്രിക്ക് ഇതേ ഇവിടെ നവീൻ്റെ ബെഡിൻ്റെ ഇവിടെയൊക്കെ വിരിച്ചിരിക്കുകയാണ്. അടിയിൽ കമ്പിളി, അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിരിപ്പ്, പിന്നൊന്ന് പുതക്കാനുണ്ട്. എൻ്റെ ഇതാ ഇവിടെയും അടിയിൽ കമ്പിളി, അതിനുശേഷം ഈ ഒരു പുതപ്പ്,
പിന്നെ ഇതൊന്നും പുതക്കാനുണ്ട്, പിന്നെ ഒരു പില്ലായി. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി. സമയം ഇപ്പോൾ 11:05. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ 40 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഇവിടെ എത്തിയത്. അഹമ്മദ് നഗർ. എന്തൊരു തണുപ്പ് എന്നറിയാം. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ ഇതാ ഈ ഒരു കോച്ചിലൊക്കെ കയറാനുണ്ട്. നല്ല തിരക്ക് തന്നെ ഇതാ ഈ റെയിൽവേ സ്റ്റേഷനായി. നേരത്തെ കയറാനുള്ളവരൊക്കെ ഇവിടുന്നാന്ന് തോന്നുന്നു കയറുന്നത്. അതെ, അതുപോലെ തന്നെ ഇനി ട്രെയിൻ പോകുന്ന റൂട്ട് പറഞ്ഞാൽ ദൗണ്ട്, പൂനെ വഴി നമ്മുടെ ബോർഗട്ട്, ലോണാവാല വഴിയാണ് പോകുന്നത്. മിക്കവാറും നാളെ രാവിലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ മിക്കവാറും ഉറങ്ങി എഴുന്നേൽക്കുക. താനെ എത്തുമ്പോൾ വണ്ടി 6:30 ആകുമ്പോൾ ദാദർ എത്തും. ഒരു 6 മണിയാകുമ്പോൾ ഉറങ്ങി എണീക്കാന്ന് വിചാരത്തിലാണ് നമ്മളിപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. നല്ല തണുപ്പാണ്, നല്ല തണുപ്പ് വിചാരിക്കുന്ന, പക്ഷേ AC ആണ് കംഫർട്ട് കിട്ടാൻ. നല്ല AC തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:35. മുംബൈയിൽ ഏകദേശം എത്തി. ദിവാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ, അതായത് നമ്മുടെ കല്യാൺ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചതാണ്. എന്താ റീസൺ? അവിടെ വണ്ടി നിർത്തിയ ശേഷം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയ സമയത്ത് നമ്മുടെ സാധാരണ ലോക്കൽ ടിക്കറ്റ്സ് അങ്ങനെ കൂട്ടത്തോടെ ചാടി കയറി. അങ്ങനെ തന്നെ എന്താ പറയുക, നമ്മുടെ സീറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. പെട്ടെന്ന് 1 മിനിറ്റ് അവിടെ സ്റ്റോപ്പ് ഉണ്ടായാലും. പിന്നെ ഇപ്പോൾ ദിവാ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഇപ്പം നിർത്തിയിട്ടുണ്ട്, സിഗ്നലുണ്ട്. അടുത്ത സ്റ്റോപ്പ് പറഞ്ഞാൽ ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ താനെ എത്തും. പിന്നെ ദാദറായി താനയിലെത്തി. ഇതാ ലോക്കൽ ട്രെയിനൊക്കെ പോകുന്നതാ, മൊത്തം ആഡാണ് ഈ ലോക്കൽ ട്രെയിൻ. ഇത് നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ലോക്കൽ ടിക്കറ്റ് കയറിയിട്ട് AC-യിലേക്കൊക്കെ കയറുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. കുറേ ആൾക്കാർ അതുപോലെ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. ഇനി അടുത്തതാണ് നമ്മൾക്ക് ഇറങ്ങാനുള്ള ദാദർ. ഇവിടെ താനെ എന്നുള്ളൊരു നെയിം ബോർഡൊക്കെ. നല്ല റഷ് റെയിൽവേ സ്റ്റേഷനായത്. താനയിൽ 2 മിനിറ്റ് ഹോൾഡ് ഉണ്ടായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതാ വണ്ടി എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പായ നമ്മുടെ ഡെസ്റ്റിനേഷൻ ദാദർ. 25 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അതിലേ കൂടെ ഒക്കെ ലോക്കല് പോകുന്നു. ഷിർദി വന്ദേ ഭാരത് ഇപ്പം ഇവിടെ വരും. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. വന്ദേ ഭാരത്, ഷിർദി വന്ദേ ഭാരത്. ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താനായി. സായിനഗർ ഷിർദിയിൽ നിന്നും 438 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ എത്തിയ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 6:30 എത്തേണ്ട ട്രെയിൻ ഇപ്പം 7:25 കഴിഞ്ഞു. വണ്ടി ഡിലേ ഉണ്ട്. ഇവിടെ ആയിരിക്കാം പ്ലാറ്റ്ഫോം വരിക. അല്ല, ഇവിടെയല്ല. ഇവിടെ ആ പൈപ്പ് കാണുന്നുണ്ട്. ദാദർ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ചാടി ഇറങ്ങി. എന്നിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ നടക്കുന്നത്. എന്നാൽ ലോക്കൽ ട്രെയിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം.
25 मिनिटांनी प्लॅटफॉर्म क्रमांक 4 वर अपेक्षित आहे. ഉദ്യാൻ എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. मुंबई बेंगलोर उद्यान एक्सप्रेस ബാംഗ്ലൂർ ഉദ്യാൻ എക്സ്പ്രസ് സമയം 7:28. ഞങ്ങളിനി പോകുന്നത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ലോക്കൽ ട്രെയിൻ കയറിയിട്ട് വേണം അവിടത്തോട്ട് ചർച്ച് ഗേറ്റിലോട്ട് പോകാൻ. പിന്നെ ലോക്കൽ ട്രെയിനിൽ അവിടത്തോട്ട് പോവാം. അതിലൂടെയൊക്കെ വണ്ടിയൊക്കെ പോകുന്നതാണ്. ദാദർ റെയിൽവേ സ്റ്റേഷന്റെ കോഡ് വരുന്നത് DR. നേരെ നടക്കാം. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 7. നമ്മൾ വന്നത് അങ്ങാ ഭാഗത്തുനിന്നാണ്. നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ ദാദർ വെസ്റ്റേണിന്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ലോക്കൽ ഉള്ളത്. ചർച്ച് ഗേറ്റിലേക്കുള്ള ലോക്കലിൻ്റെ ഇതൊക്കെ ഇത് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ UTS വഴി പേപ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇവിടുന്ന് കളക്ട് മാത്രം ചെയ്താൽ മതി. കാരണം പേപ്പർലെസ് എടുക്കാൻ പറ്റില്ലല്ലോ ട്രാക്ക് നിന്നുകൊണ്ട്. ഇത് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ ഇതാണ്. ഇവിടെ തന്നെ റോഡും ഉണ്ട്. ഇതാ ദാദർ വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷന്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ചർച്ച് ഗേറ്റിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. ഒരാൾക്ക് 10 രൂപ, 2 പേർക്കും കൂടി 20 രൂപയായി. ഇപ്പോൾ ഇവിടെ വണ്ടി വരും. അത് ബൊറിവലിയിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇവിടെ നല്ല ഇപ്പോൾ തിരക്കുണ്ട്. ചർച്ച് ഗേറ്റിലേക്കുള്ള അത് ലോക്കൽ വന്നിരിക്കുകയാണ്. രാവിലെയാണല്ലോ, നല്ല തിരക്കുണ്ടാവും. ചർച്ച് ഗേറ്റ് ഇത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. നോർമലി സബർബനൊക്കെ ഈ ഒരു ഭാഗം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഇറങ്ങേണ്ടവർക്ക് ഇവിടെ ഇറങ്ങി ഇതിലൂടെ ഒരു ഇതുണ്ട്, ഈ ഒരു ഓവർ ബ്രിഡ്ജ്, അതുവഴി നേരെ പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് എക്സ്പ്രസ് ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ പോവാം. ഇത് AC ലോക്കലാണ്. ഇതിന് പൈസ കുറച്ച് കൂടുതലാണ്. 40-50 രൂപ കൊണ്ടാണ് ഇതിന്. സാധാരണ ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ കയറാൻ വേണ്ടി പാടില്ല, ഫൈൻ കിട്ടും. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു എന്താ പറയുക, പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഒരു മെയിൻ കെട്ടിടത്തിൻ്റെ ഒരു ഇതാണ്. മറൈൻ ലൈൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനെത്തി. അടുത്തതാണ് ചർച്ച് ഗേറ്റ്. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് തന്നെ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാനായിട്ട് സാധിക്കും. വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഇതാണ്. ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ എന്തോ ടൂർണമെൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് വാങ്കഡെ സ്റ്റേഡിയം. ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. മുന്നിൽ അവിടെ കാണാം സ്റ്റേഷൻ. ഇവിടെ സിഗ്നൽ കിട്ടി ഔട്ടറിൽ നിർത്തിയിരിക്കുകയാണ്. വേറെ ട്രെയിനൊന്നും വരാനൊന്നുമില്ല. വാങ്കഡെ സ്റ്റേഡിയം ഇവിടെ തലയുയർത്തിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല രസമല്ലേ സ്റ്റേഡിയത്തിൻ്റെ. അത് നമുക്ക് ഇവിടുന്ന് ശരിക്കും ഇതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റില്ല. പിന്നെ മറൈൻ ഡ്രൈവിലൂടെ നടന്നു പോകുമ്പോൾ ചെറിയ ആ ഒരു ലൈറ്റിൻ്റെ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു സബർബൺ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നില്ലേ, അതൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഒരു പ്ലാറ്റ്ഫോം ക്ലിയർ ആയിട്ടുണ്ടാവും, 1-2 പ്ലാറ്റ്ഫോമിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സ്ലോട്ടിലോട്ട് നമ്മുടെ ട്രെയിൻ കയറിപ്പോവും. വാങ്കഡെ സ്റ്റേഡിയം. ചർച്ച് ഗേറ്റ് എത്തിയിരിക്കുകയാണ്.
ഇനിയിപ്പോൾ ഇവിടെ ട്രെയിനിൽ ഇറങ്ങിയല്ലോ, ഇനിയിപ്പോൾ നേരെ നമുക്ക് പുറത്തേക്ക് പോവാം. ഇതൊക്കെ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. നല്ലതാ, റൂഫിംഗ് ഒക്കെ കണ്ടതാ. മുംബൈയിലെ തൊട്ടുമിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനും നല്ല ലുക്കാണ്. ലുക്കിൽ റെയിൽവേ സ്റ്റേഷനാണ്, നല്ല വൃത്തിയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ. ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇവിടുന്ന് തൊട്ടടുത്താണ് മറൈൻ ഡ്രൈവ്. എന്നാൽ പിന്നെ മറൈൻ ഡ്രൈവിലേക്ക് ഒന്ന് ജസ്റ്റ് നടന്നിട്ട് പോവാം. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇപ്പം നേരെ റൈറ്റിലേക്കൊരു റോഡുണ്ട്, ആ കാറ് പോകുന്ന റോഡില്ലേ, അതുവഴി നേരെ പോയാൽ നമുക്ക് മറൈൻ ഡ്രൈവിലെത്താൻ പറ്റും. ഇതേ ഇങ്ങ് ആ കാണുന്ന വഴി മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തേക്ക് നമുക്കിനിപ്പോൾ മുറിച്ച് കിടക്കാനുണ്ടത്, അങ്ങ് അവിടെ പോകണം മുറിച്ച് കിടക്കണമെങ്കിൽ. വേറെ വഴിയൊന്നുമില്ല, നല്ല വഴിയാണ്. രാവിലെ ആയതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ട്രാഫിക് വന്നിട്ടേ ഇല്ലേ. ഇതേ അങ്ങ് അവിടെ പുറകിലും ട്രാഫിക്കാണുള്ളത്. ഇത് ഈ ബസ് ഇപ്പോൾ ഈ ഒരു റോഡിൽ നിന്ന് കയറി വന്നതാണ്. മറൈൻ ഡ്രൈവിൻ്റെ ഈ ഒരു ഓരങ്ങളിലൂടെ നടക്കാൻ എന്താ സുഖം. അവിടെ നല്ല നല്ല വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടത്. വൈകുന്നേരം ഇതിനെക്കാട്ടും തിരക്കാണ്ടാവുക. പിന്നെ ഇവിടെ എത്തിയാൽ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ബിൽഡിങ്, ഇത് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ്. രാവിലെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അത് പിന്നെ എടുത്ത് പറയണ്ടല്ലോ, നല്ല സുഖമല്ലേ ഇതിലേക്കൂടെ നടന്നിട്ടൊക്കെ പോകാൻ. നമ്മൾ അന്ന് മുംബൈ വരുമ്പോൾ ഇവിടെ ഇത്ര വെള്ളം ഉണ്ടായില്ല, കുറേ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു വെള്ളം. ഇപ്പം നല്ല വെള്ളം ആദ്യം തിരിച്ചു കയറിയിരിക്കുകയാണ്. ആ ഒരു ഭാഗം കണ്ടതാ, അത് നമ്മുടെ ബാന്ദ്ര സൈഡായിരിക്കാം. നമ്മുടെ ബാന്ദ്ര പോലുള്ള സീലിംഗ് ഒക്കെ വരുമല്ലോ, ആ ഒരു ഈ ഭാഗത്തായിരിക്കാം. അതെ, അത് അങ്ങാ ഭാഗത്താണ് സീലിംഗ് എല്ലാം വരുന്നത്. അങ്ങനെ അവിടെയാണ് ഒരുപാട് എല്ലാം മൊത്തം ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ എന്താ പറയാ, നിരന്ന് കിടക്കുക. അതെ അതെ, ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ നല്ല രീതിയിൽ. പക്ഷെ നമുക്ക് ഇവിടുന്ന് നമ്മൾക്ക് കണ്ണുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ക്യാമറക്ക് എടുക്കുമ്പോൾ ക്യാമറയിൽ ഒരു വ്യക്തത കുറയും. കാരണം ഒരു എന്താ പറയാ, ഒരു മൂടൽ മഞ്ഞ് പോലൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല രസമാണ്. നേരത്തെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ നമ്മൾ വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പറഞ്ഞില്ലേ, ഇത് ഇവിടെ നോക്കിയാൽ നേരെ കാണാൻ പറ്റും. അതിന് പുറമെ തന്നെ ഇവിടെ മറ്റൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, ബ്രാബോൺ ഡബിൾ ഡെക്കർ, AC ഡബിൾ ഡെക്കർ. ഇതിൻ്റെ പുറകിൽ തന്നെ AC നോർമൽ ബസ്സും ഉണ്ട്, രണ്ടും ഇലക്ട്രിക്കാണ്. ഇതിൽ നമുക്കൊന്ന് വൈകാതെ തന്നെ ഒരു സിറ്റി യാത്രയിൽ നമുക്കൊന്ന് കവർ ചെയ്യാം ഈ വണ്ടിയിൽ. നല്ല രസമാണ്, അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കണം. അപ്പോൾ ഇന്നലെ ഷിർഡിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ മുംബൈ എത്തി സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഇവിടെ ദാദർ എക്സ്പ്രസ് പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ലേ യാത്ര? നമ്മൾ യാത്ര ചെയ്ത ട്രെയിൻ എന്ന് വെച്ചാൽ കുറച്ച് വളഞ്ഞു വരുന്ന വണ്ടിയാണ്. പറഞ്ഞ AC യിലൊക്കെ കൊണ്ട് ലേറ്റ് ആയാലും കുഴപ്പമില്ല, കുറെ നേരം കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ലോ. അതെ അതെ അതെ. മറ്റേ വേറൊരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണെങ്കിൽ വെളുപ്പിന് 3:45 4 മണിയാകുമ്പോഴത്തേക്കും ദാദർ എത്തും. അതാണെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കേണ്ടി വരും. ഉറങ്ങാനൊന്നും മര്യാദ പറ്റില്ല. ഇനി പിന്നെ ഉറക്കൊക്കെ അടിപൊളിയായിട്ട് ഉറങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ, നേരം വെളുക്കണമെങ്കിൽ ഒരു 6:30 ആവും ഇപ്പൊ. അതുകൊണ്ടാണ് എന്താ പറയാ, വെളിച്ചം വരണല്ലോ, നല്ല വീഡിയോ ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ. പിന്നെ നിങ്ങൾ ഓട്ടോ അപ്ഗ്രേഡേഷൻ കിട്ടണമെങ്കിൽ കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്നൊരു കോളത്തിൽ ഒരു ടിക്ക് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ AC-യിൽ അതായത് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രം കിട്ടില്ല, ഒരു ലെക്കും കൂടെ വേണം. ലെക്ക് വേണം. ഈ ചില സമയത്ത് നമ്മൾ ഈ സാഹചര്യം പോലും ചില എന്താ പറയാ, സ്ലീപ്പർ വെയിറ്റ് ലിസ്റ്റ് വന്ന് തേർഡ് AC-യിൽ ഒരുപാട് അവൈലബിലിറ്റി കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും കിട്ടുന്നു. ഞങ്ങൾ അങ്ങനെ ഒരുപാട് തവണ വിചാരിച്ച, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നൊന്നും. പക്ഷെ ഞങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ ആർക്കൊക്കെ കിട്ടി കാണാം. അപ്പം പരിമിതമായ ആൾക്കാർക്ക് മാത്രമേ റെയിൽവേ അങ്ങനെ കൊടുക്കുള്ളൂ, എല്ലാവർക്കും കൊടുക്കുന്നില്ല. അത് എനിക്കൊന്നും വരും. നമുക്ക് 4ാം തവണയല്ലേ, 4ാം തവണ. ഒരു തവണ ഞങ്ങൾക്ക് അസർ നിസാമുദ്ദീനിൽ നിന്ന് ഭോപ്പാലേക്ക് റാണി കമലാവതിക്ക് കിട്ടിയിട്ടുണ്ടായി. അതാണ് ഫസ്റ്റ് ടൈം കിട്ടിയത്. പിന്നെ കിട്ടിയത് നമുക്ക് സമ്പർക്രാന്തി കാസർഗോഡ് നിന്ന് ചണ്ഡീഗഡ് വരെ കിട്ടി. അത് വെർത്തായിരുന്നു, കാരണം ദീർഘദൂരാണല്ലോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ദീർഘയാത്ര ശ്രീഗംഗാ നഗർന്ന് കണ്ണൂർ വരെ കിട്ടി. ഇപ്പൊ ഇതാ ഇവിടെ നമ്മളെ സായ് നഗർ ഷിർദിന്ന് മുംബൈ വരെ, ദാദർ വരെ. അതെ അതെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുംബൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ മറ്റേ ബൈ.